നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും രാവിലെയിലേക്ക് സ്വാഗതം. പുതിയ വാർത്താ ദിനമാണ്. കുറച്ചധികം വാർത്തകൾ സംസാരിക്കാനുണ്ട്, ചർച്ച ചെയ്യാനുമുണ്ട്. അതിനകത്ത് കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച 4-ാം തീയതിയാണെന്നല്ലോ വോട്ടെണ്ണൽ നടന്നത്. അന്ന് UDF 102 സീറ്റ് കിട്ടുകയായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നൊക്കെ വ്യക്തമായിരുന്നതാണ്. പക്ഷേ ഒരാഴ്ച പിന്നിടുന്നു. മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. ആരാകും മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഹൈക്കമാൻഡ് പറയുന്നത് പോരൊക്കെ കഴിയട്ടെ, എന്നിട്ട് മതി ആരാകും മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനമാണ്. പക്ഷേ ഇപ്പോഴും ആ ചോദ്യത്തിന് മറുപടി കിട്ടുന്നില്ല. താൽക്കാലിക ആശ്വാസം എന്നോളം 3 ചേരിതിരിഞ്ഞുള്ള ഫ്ലെക്സ് തുപ്പലും കീറലും ഒക്കെ തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിവെച്ചേക്കുവാണ്. പക്ഷേ അതൊക്കെ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമായിട്ട് നിൽക്കുമെന്നുള്ള വിലയിരുത്തലുകൾ നിൽപ്പുണ്ട്. അതേസമയം നമ്മൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ, തമിഴ്നാട്ടിൽ പോകുമ്പോഴേക്കും നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അത് ഇന്ന് നടക്കും. വിജയ് ഒരിക്കൽ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 99 പ്രവർത്തകരാണ് ആദ്യമായിട്ട്, ഒരു MLA-മാർ 99 MLA-മാരാണ് ആദ്യമായിട്ട് നിയമസഭയിലേക്ക് കയറാൻ പോകുന്നത്. ചരിത്ര നിമിഷവും കൂടിയാണ്. അതിനിടയിൽ ബുധനാഴ്ച വരെയാണ് ഗവർണർ വിജയ്ക്ക് കൊടുത്തിരിക്കുന്ന സമയം. അതിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതും കൂടി ഗവർണറും പറയുന്നുണ്ട്. നമ്മൾ ഇൻ്റർനാഷണൽ വാർത്തയിലൊക്കെ പോവുകയാണെങ്കിൽ ഹോർമുസിൻ്റെ പേരിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇറാൻ്റെ കത്ത് കിട്ടി, പക്ഷേ അതിൽ ട്രംപിന് ഭയങ്കരമായ ടോട്ടലി അൺഅക്സെപ്റ്റബിൾ എന്നാണ് ട്രംപ് പറയുന്നത്. വിശദമായ ഓരോ വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ആരാകും മുഖ്യമന്ത്രി എന്നതിൽ തീരുമാനം വൈകുമോ? പോരടങ്ങിയ ശേഷം പ്രഖ്യാപനം മതിയെന്ന ഹൈക്കമാൻഡിൽ ധാരണ. AICC ചർച്ചയ്ക്ക് മുമ്പ് രാഹുൽ KC കൂടിക്കാഴ്ച ഉണ്ടായെന്ന വിവാദത്തെക്കുറിച്ച് അറിയില്ലെന്ന് രമേശ് ചെന്നിത്തല. ഹൈക്കമാൻഡ് പറയുന്നത് എന്തും അംഗീകരിക്കും. തമിഴ്നാട്ടിൽ വിജയ് ഉദയനിധി അംഗത്തിന് കളമൊരുങ്ങുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ തമിഴ് തായ്വാഴത്തിന് മുമ്പ് വന്ദേ മാതരം ആലപിച്ചതിൽ രാഷ്ട്രീയ വിവാദം. പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നാരോപിച്ച് DMK-യും ഇടതുപക്ഷവും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് രാവിലെ 9:30. പെട്രോൾ ഡീസൽ വിലവർധന വൈകില്ലെന്ന് സൂചന. വിലവർധനയ്ക്ക് സമ്മർദ്ദമേറുന്നു. കനത്ത സാമ്പത്തിക നഷ്ടത്തിലെന്ന് ഓയിൽ കമ്പനികൾ. ജനവികാരം എതിരാകുമോ എന്ന ആശങ്കയിൽ കേന്ദ്രം. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ ഭിന്നത. മമതയ്ക്കും അനന്തരവൻ അഭിഷേക് ബാനർജിക്കുമെതിരെ പടയൊരുക്കം. അമ്പരന്ന് മമതാ ക്യാമ്പ്. അസമിൽ നാളെ സത്യപ്രതിജ്ഞ. ഹിമന്ത ബിശ്വ ശർമ്മയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മോദി അടക്കം പ്രമുഖർ പങ്കെടുക്കും. ആശങ്കയൊഴിയാതെ പശ്ചിമേഷ്യ. സമാധാന ശ്രമങ്ങൾ ഫലം കണ്ടില്ല. UAE-യിലും ഖത്തറിലും ഡ്രോൺ ആക്രമണം. സൈനിക നടപടികൾ അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് IRGC. കേരളം കാത്തിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാകും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് നമ്മൾ നേരെ തുടക്കത്തിൽ തന്നെ ആ വാർത്തയിലേക്കാണ് പോകുന്നത്. കേരള മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാന കോൺഗ്രസിലെ പോര് അടങ്ങിയ ശേഷം പ്രഖ്യാപനം മതിയെന്ന ഹൈക്കമാൻഡിൽ ധാരണ. അച്ചടക്ക ലംഘനം നടക്കുന്നുണ്ടോ എന്നറിയാൻ സൂക്ഷ്മ നിരീക്ഷണം തുടരുകയാണ്. മത്സരത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് 3 നേതാക്കളും. നമ്മൾ ഡൽഹിയിൽ പോകുന്നു. ഡൽഹിയിൽ കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, ഇത് തന്നെയാണല്ലോ സാഹചര്യം? പോരടങ്ങട്ടെ, എന്നിട്ട് മതി തീരുമാനം എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. 23-ാം തീയതി വരെ സമയമുണ്ട് എന്നുള്ളതാണ് നമ്മൾ അന്ന് കണ്ടത്. 3 നേതാക്കളും ഖർഗയുടെ വസതിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അറിഞ്ഞതും അത് തന്നെയാണ്. ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് പോരടങ്ങട്ടെ എന്നുള്ള നിലപാടിൽ ഹൈക്കമാൻഡ് ശക്തമായി നിൽക്കുമ്പോൾ 3 ചേരിയിൽ നിന്നും ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കില്ലല്ലോ. ഇനി യഥാർത്ഥത്തിൽ കേരള നേതാക്കളെ സംബന്ധിച്ച് അവർക്ക് കാര്യമായ സേ ഇല്ല എന്ന് തന്നെ പറയാം. പൂർണ്ണമായും ഈ പന്ത് ഹൈക്കമാൻഡ് കോർട്ടിൽ മാത്രമാണുള്ളത്. ഇനി സോണിയാഗാന്ധിയുടെ നിലപാടാണ് ഏറ്റവും നിർണായകമാവുക. സോണിയാഗാന്ധി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ AK ആന്റണിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളുമായി ഫോണിൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ അഭിപ്രായത്തിന് ഈ തീരുമാനം എന്താവുന്നു എന്നതിൽ വളരെ വലിയ പ്രാധാന്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 3 പേരും ഈ തീരുമാനം എന്തായാലും അത് ഞങ്ങൾ അനുസരിക്കാം, അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്നത് ഉറപ്പ് നൽകിയിട്ടാണ് ഹൈക്കമാൻഡിൽ നിന്ന് മടങ്ങിയത്. ഏതെങ്കിലും തരത്തിൽ ഒരു വിമത നീക്കം അല്ലെങ്കിൽ ഇതിനോട് പ്രതിഷേധിച്ചുകൊണ്ടുള്ളൊരു നീക്കം ഉണ്ടാവില്ല എന്ന ഉറപ്പ് 3 പേരും ഒരേപോലെ തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ യോഗം അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തീരുമാനത്തിന് മുമ്പ് ഈ നേതാക്കളുമായിട്ട് ചർച്ച നടത്താനുള്ള സാധ്യത കുറവാണ് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഇവരാകെ പ്രതീക്ഷിക്കുന്നത് തീരുമാനമെടുത്ത് പുറത്ത് പറയും മുമ്പ് ചിലപ്പോൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞേക്കും എന്നൊരു പ്രതീക്ഷ മാത്രമാണുള്ളത്. അതുപോലും അക്കാര്യത്തിൽ 3 നേതാക്കൾക്കും അങ്ങനെ ഒരു ഉറപ്പില്ല. സാധാരണഗതിയിൽ AICC ജനറൽ സെക്രട്ടറി, ഈ സംഘടനകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC
സി വേണുഗോപാൽ. കെ സി വേണുഗോപാൽ ഈ കാര്യം നേരത്തെ അറിയേണ്ടതാണ്. പക്ഷേ ഇവിടെ കെ സി വേണുഗോപാലും ഒരു കക്ഷിയാണ്. അതുകൊണ്ട് അദ്ദേഹവും ചിലപ്പോൾ നേരത്തെ അത്തരം വിവരങ്ങൾ അറിയണം എന്നില്ല. കേരളത്തിൽ ഘടകകക്ഷികളോടോ അല്ലെങ്കിൽ മറ്റാരോടോ ഇനി പറയണമെന്നില്ല, ഏത് സമയത്തും പ്രഖ്യാപിക്കാമെന്നുള്ളതാണ് ഹൈക്കമാൻഡ് നിലപാട്. പക്ഷേ പ്രഖ്യാപനത്തിന് ഇന്ന് ഖർഗെ മടങ്ങിയെത്തേ ഉള്ളൂ. ഖർഗെ കർണാടകയിലായിരുന്നു ഇന്നലെ. അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയേ മടങ്ങിയെത്തുകയുള്ളൂ. ഇന്നലെ ചെന്നൈയിൽ പോയ രാഹുൽ ഗാന്ധി ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ്, രാത്രിയോടു കൂടിയാണ് മടങ്ങിയെത്തിയത്. ഇന്ന് വൈകുന്നേരമോ നാളെയോ യോഗം ചേർന്ന ശേഷം, അല്ലെങ്കിൽ യോഗം ചേരുക അല്ലെങ്കിൽ പരസ്പര ആശയവിനിമയം നടത്തിയോ ശേഷം പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന സൂചന. പക്ഷേ ആകെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇത് കോൺഗ്രസിനെ കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വല്ലാതെ വൈകുന്നു, അത് പല മുഖ്യമന്ത്രിമാർക്ക് വീതിച്ചു കൊടുക്കുകയാണ് എന്ന മട്ടിലൊക്കെ കളിയാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി തന്നെ രംഗത്തിറങ്ങിയ സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം ബംഗാളിലെയും തമിഴ്നാട്ടിലെയും അസമിലെയും ബാക്കി രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അവസാനിച്ച് അവിടെ നിന്ന് ഇനി കാര്യമായ വാർത്തകൾ വരാനില്ല. ഇനി മന്ത്രിസഭാ രൂപീകരണവും മറ്റു കാര്യങ്ങളും ഒക്കെയാണുള്ളത്. ഇത് കേരളത്തിലാണ് ഇനി മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ളത്. ഏറ്റവും മികച്ച വിജയം നേടി കേരളത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്താതെ ഇരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ഇന്നലെ വൈകുന്നേരം മുതൽ വാർത്ത എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ന് ചിലപ്പോൾ കൂടുതൽ ദേശീയ മാധ്യമങ്ങളിലേക്ക് ഇത്തരം വാർത്തകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് സാഹചര്യം കൊണ്ട് നീട്ടിക്കൊണ്ടു പോകേണ്ട അതേ ഇല്ല, അത് നേരത്തെ തീരുമാനിച്ച് അങ്ങനെ വാർത്തകൾ കൊണ്ടുണ്ടാകുന്ന പരിക്ക് ഒഴിവാക്കാമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരമോ നാളെയോ തന്നെ ഇത് വരും, പ്രഖ്യാപനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. യെസ്, അത് തന്നെയാണ്. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിയിലേക്കും വാർത്തകൾ മാറുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് അരുൺ ചേരുന്നുണ്ട്. അരുണ്, ഇത് തന്നെയാണല്ലോ, പരസ്യ പോരടങ്ങിയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നുള്ള ഹൈക്കമാൻഡ് ധാരണയിൽ വരുമ്പോൾ തന്നെ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ കൂട്ടിലാണ്. ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കും. വേറെ ഇനി നേതാക്കൾക്ക് ഒരു സേയുമില്ല, പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. 4-ാം തീയതി തന്നെ വോട്ടെണ്ണിയ മറ്റ് 3 സംസ്ഥാനങ്ങളിലും ഏകദേശം എല്ലാം ധാരണയായി. കിരൺ പറഞ്ഞ പോലെ തന്നെ ഇനി പ്രത്യേകിച്ച് വാർത്തയൊന്നും വരാനില്ല. നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ഇപ്പോഴും ആ ഒരു ചോദ്യം നിൽക്കുന്നത്. ഹരി, മുഖ്യമന്ത്രി സ്ഥാന മോഹികളിൽ ഒരാളായ രമേശ് ചെന്നിത്തല ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് പോലെ തന്നെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. തീരുമാനം ആയിക്കഴിഞ്ഞു. ഇനി പ്രഖ്യാപനം മാത്രമാണ്. ഹൈക്കമാൻഡ് 3 പേരെയും കേട്ടു, ഘടകകക്ഷികളുമായി ചർച്ച നടത്തി. അങ്ങനെ ഹൈക്കമാൻഡ് തീരുമാനമായി കഴിഞ്ഞു. പ്രഖ്യാപനം മാത്രമാണ് വരാനുള്ളതെന്ന് രമേശ് ചെന്നിത്തല തന്നെ പറയുന്നു. അതായത് അദ്ദേഹം യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. തീരുമാനമായി കഴിഞ്ഞു, ഇനി പ്രഖ്യാപനമാണ് വരേണ്ടത്. അതേസമയം 3 ക്യാമ്പുകളും ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ്. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചാണ് ശനിയാഴ്ച അദ്ദേഹത്തിന് അനുയായികൾ വലിയ രീതിയിൽ സംഘടിച്ച് KPC ആസ്ഥാനത്ത്. ആ KPC ആസ്ഥാനത്ത് മുഴുവൻ KC അനുകൂലികളായിരുന്നു. അവർ വലിയ പ്രതീക്ഷയോടുകൂടി TV ചാനലുകൾക്ക് മുൻപിലിരുന്നു. ലഡുവും കേക്കുമൊക്കെ അതിനിടയിൽ അവർ അവിടെ വാങ്ങി എത്തിച്ചു. പ്രഖ്യാപനം ഉടൻ എന്ന ധാരണയായിരുന്നു. പ്രഖ്യാപനം വന്നവരുടെ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു KC ക്യാമ്പ്. പക്ഷേ അത് അവരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് പ്രഖ്യാപനം ഉടനില്ല, പകരം ഒരു ഐക്യ സന്ദേശവുമായി 3 നേതാക്കളും ഒരുമിച്ച് ദീപാദാസ് മുൻഷിക്കൊപ്പം മാധ്യമങ്ങളെ കണ്ടത്. അതോടുകൂടി കാത്തിരിക്കാമെന്ന തീരുമാനത്തിലേക്ക് അവർ മാറുകയായിരുന്നു. നേതൃത്വം പറയുന്നതനുസരിച്ച് അവർ ഈ ഫ്ലക്സ് ബോർഡുകളും ഹോർഡിംഗ്സുകളും ഒക്കെ എടുത്ത് മാറ്റുകയും ചെയ്തു. അതേസമയം മറ്റൊരു പ്രധാന പ്രതീക്ഷ VD സതീശൻ ക്യാമ്പിലാണ്. അത് അവരും ഇപ്പോഴും ഉറപ്പിക്കുന്നു. ഈ MLA-മാരുടെ പിന്തുണ പോലും നേരത്തെ ചിത്രങ്ങളിൽ പുറത്തു വന്നതോടെ, അല്ലെങ്കിൽ KC ഗ്രൂപ്പ് അവകാശപ്പെടുന്നത് പോലെ 46 MLA-മാർ KCക്കൊപ്പമല്ല, 32-33 MLA-മാർ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് VD സതീശൻ ക്യാമ്പ്. അത് ഹൈക്കമാൻഡ് അക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊപ്പം തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ചയാൾ, ഘടകകക്ഷികളുടെ വലിയ പിന്തുണ, ഇതൊക്കെ പൊതുജനാഭിപ്രായ രീതിയിൽ രൂപപ്പെട്ടു വരുന്ന VD അനുകൂല നിലപാടുകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകും, അതിലൊരു സംശയം ഉണ്ടാകില്ലെന്ന ഉറപ്പിലാണ് VD സതീശൻ അനുകൂലികൾ. അവർ വലിയ പ്രതിഷേധം ഒക്കെ ആദ്യം നടത്തിയിരുന്നു. ഇനി അത്തരം നടപടികളിലേക്ക് അവർ പോകില്ല. പകരം VD പ്രഖ്യാപിച്ചാൽ ഉടൻ വലിയ ആഘോഷങ്ങളിലേക്ക് പോകാൻ ആ ക്യാമ്പും തയ്യാറെടുക്കുന്നു. ഇതിനിടയിൽ രമേശ് ചെന്നിത്തലയും വലിയ പ്രതീക്ഷയിലാണ്, ശുഭപ്രതീക്ഷയാണ്. കാരണം ഈ 2 തർക്കങ്ങൾക്കിടയിൽ ഹൈക്കമാൻഡിനെ വെറുപ്പിക്കാത്ത, അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ ശാസിക്കാൻ ഉണ്ടാത്ത ഒരു നിലപാടെടുത്തത് രമേശ് ചെന്നിത്തല മാത്രമാണ്. അദ്ദേഹത്തിന് അനുകൂലികൾ ഇത്തരത്തിൽ ചിലയിടങ്ങളിലൊക്കെ ചെറിയ ആളുകൾ പിന്തുണയത്തിന് അപ്പുറത്തേക്ക് ആരും പൊതു പ്രകടനവുമായി പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു അവമതിപ്പുണ്ടാക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കവും നടത്തിയില്ല. അതുകൂടി ഈ തൻ്റെ സീനിയോറിറ്റി അടക്കമുള്ള നല്ല പേരിനൊപ്പം ഇതുമൊരു തനിക്ക് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ആ ക്യാമ്പ് അതിനെ വിശ്വസിക്കുന്നു. 2 നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി വലിയ തർക്കം ഉന്നയിക്കുമ്പോൾ അവിടെ സമവായ സ്ഥാനാർത്ഥി നിലയിൽ വന്നു കയറാം എന്നൊരു പ്രതീക്ഷ രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്. അങ്ങനെ 3 ക്യാമ്പും ഇപ്പോഴും പ്രതീക്ഷയാണ്. ഒറ്റയാൾക്ക് മാത്രമേ മുഖ്യമന്ത്രിയാകാൻ കഴിയുകയുള്ളൂ. പക്ഷേ 3 പേരും അവരുടെ അനുയായികളും അനുകൂലികളും ഒരുപോലെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡിൽ നിന്നാണ്. ആ തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായും
പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്ന് 3 പേരും പറയുമ്പോൾ എങ്ങനെയാണ് അവരുടെ അനുയായികൾ, അനുകൂലികൾ, ക്യാമ്പുകൾ, അവരുടെ ഗ്രൂപ്പ് മാനേജർമാർ ഈ ഒരു തീരുമാനത്തെ ഏറ്റെടുക്കുക എന്നാണ് അറിയേണ്ടത്. വലിയ ആകാംക്ഷ കോൺഗ്രസ് വൃത്തങ്ങളിൽ, UDF കേന്ദ്രങ്ങളിൽ ഇപ്പോഴുണ്ട്. യെസ്, അത് തന്നെയാണ്. ഇത് 3 നേതാക്കളും എങ്ങനെ ഇത് നിലപാട് സ്വീകരിക്കും? ഹൈക്കമാൻഡ് പറയുന്നത് തീരുമാനിക്കും അല്ലെങ്കിൽ അനുസരിക്കും എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ പോലും കിരൺ, ഇവിടെ 2 കാര്യങ്ങളുണ്ടല്ലോ. ഇത് 3 പേരെയും വെറുപ്പിക്കാൻ കഴിയില്ല. ഹൈക്കമാൻഡ് പ്രധാനപ്പെട്ട 3 നേതാക്കൾ തന്നെയാണ്. ആരെയും പിണക്കാൻ കഴിയില്ല. അപ്പോൾ മുന്നിൽ നിൽക്കുന്ന സാധ്യതകളെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഒന്നുകിൽ ടേം വ്യവസ്ഥ, അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ടേം വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഒരു അപഹാസ്യമാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ സാധ്യതകളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതാണ്. അതൊന്നും ടേം വ്യവസ്ഥ, അല്ലെങ്കിൽ ഒരാൾ മുഖ്യമന്ത്രിയായാൽ പോലും മറ്റു 2 പേരെയും പിണക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ തന്നെ നൽകുക എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിനകത്ത് പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നൊരു വിഷയമില്ലേ? സ്വാഭാവികമായും അത്തരമൊരു വിഷയം ഉണ്ട് എന്നുള്ളതാണ്. ടേം വ്യവസ്ഥയിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. കോൺഗ്രസിൽ ഇതിനൊക്കെ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലൊന്നും അങ്ങനെ ടേം വ്യവസ്ഥയിലേക്ക് പോയിട്ടില്ല. നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ പരിഗണന ഉണ്ടാവും എന്ന് പറയുന്നതല്ലാതെ 2 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കാം എന്നൊരു ഉറപ്പ് ഹൈക്കമാൻഡ് ഒരു കാലത്തും നൽകില്ല. ഇതുവരെ ആർക്കും അങ്ങനെ നൽകിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ ടേം വ്യവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത എന്തായാലും നമ്മൾ ഇതുവരെ കാണുന്നില്ല. കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം വെച്ച് പരിശോധിച്ചാൽ അങ്ങനെയാണല്ലോ നമുക്ക് പരിശോധിക്കേണ്ടി വരിക. അങ്ങനെ ഒരു രീതിയില്ല. അതുകൊണ്ട് അത് ഉണ്ടാവാൻ സാധ്യതയില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇവർക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകുക എന്നുള്ളതാണ്. അത് KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നെങ്കിൽ സ്വാഭാവികമായും 3 പേർക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകുക വലിയ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ ആഭ്യന്തരം പോലൊരു വകുപ്പ് അദ്ദേഹം ഒഴിഞ്ഞ് മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ധനം പോലെ വകുപ്പ് VD സതീശന് കൊടുക്കുകയോ അങ്ങനെയൊക്കെ വേണ്ടി വരും. പക്ഷേ അത്തരം ഒരു ചർച്ചകളിലേക്കൊന്നും ഇതുവരെ കടന്നിട്ടില്ല. മന്ത്രിതല വകുപ്പ് ഏതാണ്, ഇന്ന വകുപ്പ് വന്നാൽ ഞാൻ മാറി നിൽക്കാം എന്നൊരു ചർച്ചയിലേക്കേ കടന്നിട്ടില്ല. ഇവരെല്ലാം നിലപാട് സ്വീകരിച്ചത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഞാനില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. അവസാനം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഹൈക്കമാൻഡ് പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമ്പോൾ അത് അംഗീകരിക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഇനി പക്ഷേ പ്രശ്നം പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു വിഷയം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് വകുപ്പുകൾ നൽകും എന്നുള്ളത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള രീതിയിലേക്കൊന്നും ചർച്ച ഇതുവരെ പോയിട്ടില്ല. ഇനി അത്തരം ചർച്ചകൾക്ക് വേണമെങ്കിൽ സാധ്യതയൊക്കെ ഉള്ളതാണ്. പക്ഷേ കേരളം പോലൊരു സ്ഥലത്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ വേണോ എന്നുള്ള അത് മറ്റു തരത്തിലേക്കുള്ള ഒരു ആക്ഷേപത്തിന് വഴി നൽകുക. അപ്പോഴും 3ാമതൊരാൾ KC വേണുഗോപാലാണ് അകത്ത് വരുന്നതെങ്കിൽ 3ാമതൊരാൾ പുറത്ത് നിൽക്കേണ്ട അവസ്ഥ വരും. ഇനി അതല്ല KC വേണുഗോപാലിനെ മാറ്റി മറ്റ് 2 പേരാണെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടല്ല. KC വേണുഗോപാൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല. സ്വാഭാവികമായും അങ്ങനെ ഒരു പരിഗണിക്കേണ്ട വിഷയം വരുന്നില്ല. പക്ഷേ മറ്റു 2 പേരുമാണെങ്കിൽ മുഖ്യമന്ത്രി അല്ല എന്നുണ്ടെങ്കിൽ 2 പേരും മന്ത്രിസഭയിൽ ഉണ്ടാവണം. അത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കേരളത്തിൽ കോൺഗ്രസും UDFും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവുകയുള്ളൂ. അത്തരം ഒരു വിഷയത്തിലേക്ക് ഇവരുമായി ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം ഒന്നും നടന്നിട്ടില്ല. അതിനു മുമ്പ് ഇവർ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പായി ചിലപ്പോൾ ആ തരത്തിൽ എന്താണ് ഇവർക്കൊരു നിലപാട് എന്ന് സംബന്ധിച്ചുള്ള സൂചനകൾ ഇവർക്ക് നൽകാനുള്ള സാധ്യതയുമുണ്ട്. അല്ല കിരൺ, ഒരു കാര്യം കൂടി. ഇപ്പം ഈ പറഞ്ഞതുപോലത്തുള്ള ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ കൂട്ടി വായിക്കുന്നെങ്കിൽ പോലും ഈ അണികളുടെ കാര്യം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഈ അനുകൂലികൾ, VD അനുകൂലികളായാലും KCയുടെ ആയാലും RCയുടെ ആയാലും ഈ അനുകൂലികളുടെ കാര്യം, ഇപ്പോൾ ഈ ഫ്ലെക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കടുത്ത അതൃപ്തിയാണ് ഹൈക്കമാൻഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഫ്ലെക്സുകളൊക്കെ നീക്കം ചെയ്ത സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇതൊക്കെ താൽക്കാലികമാണല്ലോ. ഇത് പിന്നെയും അനുകൂലമായൊരു നിലപാട് ഒരു പക്ഷത്തിന് വന്നില്ലെങ്കിൽ ഇതേ അണികൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി ഒരു പ്രത്യക്ഷ യുദ്ധം തന്നെ വീണ്ടും നടക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ലേ? ഹരി, ഇത് ഏതെങ്കിലും തരത്തിൽ അനുകൂലികൾ അവരുടെ സ്വമേധയാ അവരുടെ വൈകാരികമായ ഇത് ഉൾക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധം നടത്തിയതൊന്നുമല്ല. ഈ ആരുടെ അണികളായാൽ പോലും അങ്ങനെയൊക്കെ വികാരമൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ കോൺഗ്രസിൽ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ ഉടനെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് അതൊന്നും ഹൈക്കമാൻഡ് ഗൗരവമായി തന്നെ എടുക്കുന്നില്ല. അത് കൃത്യമായി എങ്ങനെയാണോ അവർ ഹൈക്കമാൻഡ് ഒരു കൃത്യം ഇവരെ 3 പേരെയും ഉടൻ എല്ലാം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വിച്ചിട്ട പോലെ കേരളത്തിലെ മുഴുവൻ ഫ്ലെക്സുകളും നീങ്ങി. എങ്ങനെയാണ് ഈ ഫ്ലെക്സുകളൊക്കെ നീങ്ങിയത്? ഇവരുടെ എല്ലാ നേതാക്കളുടെയൊക്കെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ മൗന സമ്മതത്തോടുകൂടിയോ ഒക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവർ അതിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി അത്തരം ഒരു നീക്കം നടത്തിയാൽ തങ്ങൾക്ക് കൂടി അത് ആപാത്താവും അല്ലെങ്കിൽ തങ്ങളുടെ ഭാവിയെ കൂടി അത് ബാധിക്കുമെന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലേക്കുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്കോ ഒന്നും പോകാനുള്ള സാധ്യത ഹൈക്കമാൻഡ് എന്തായാലും തൽക്കാലം കാണുന്നില്ല. ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇവരല്ലാതെ സ്വമേധയാ ചിലപ്പോൾ ചിലർക്ക് ആഗ്രഹം കാണും. പിന്നെ ഒരു തർക്കം വന്നു കഴിയുമ്പോൾ കുറേ പേർ പക്ഷം ചേർന്ന് നിൽക്കും. ആ പക്ഷം ചേർന്ന് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ നേതാവിനേക്കാൾ കൂടുതൽ ആ തർക്കത്തിൽ പക്ഷം ചേർന്നു എന്ന തരത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ, പക്ഷേ അതൊരു വലിയ ഗൗരവമായി എന്തായാലും ഹൈക്കമാൻഡ് കാണുന്നില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റാലി വന്നു കഴിഞ്ഞാൽ ഫ്ലെക്സ് വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അത് വഴങ്ങി മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്ന രീതി എന്തായാലും ഹൈക്കമാൻഡില്ല. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസിൻ്റെ പൊതുവികാരം എന്താണ്, കേരളത്തിലെ UDFിൻ്റെ പൊതുവികാരം എന്താണ്, അതിന് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൽ ആരാണ് നല്ലത്, ആ തരത്തിൽ ഒരു നിലപാടാണ് സ്വീകരിക്കുക. അല്ലാതെ ഫ്ലെക്സ് നോക്കിയോ അല്ലെങ്കിൽ ഇനി നാളെ തെരുവിൽ പ്രകടനം നടക്കുമോ എന്ന് നോക്കിയൊന്നും ഹൈക്കമാൻഡ് തീരുമാനം എടുക്കാറില്ല. അങ്ങനെയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഹൈക്കമാൻഡ് തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരിക്കലും ഹൈക്കമാൻഡ് മുഖവിലേക്ക് എടുക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് ചെയ്യുന്ന സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളിന് അത് ദോഷകരമായി ബാധിക്കാൻ കൂടി സാധ്യതയുണ്ട്.
അത്രേ ഉള്ളൂ, അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. എന്തായാലും തെരുവ് യുദ്ധം കണ്ടിട്ടൊന്നും തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് എന്തായാലും തയ്യാറാവത്തുമില്ല. മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാകുന്നതിനിടെ VD സതീശൻ കൊച്ചിയിൽ തുടരുകയാണ്. നവമിയുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഞായറാഴ്ച പുലർച്ചെ 1:15 VD സതീശൻ കൊച്ചിയിലേക്ക് തിരികെ എത്തുന്നത് ഡൽഹിയിൽ നിന്ന്. അവിടെ മുഹമ്മദ് ഷിയാസിൻ്റെ നേതൃത്വത്തിൽ 100ഓളം കോൺഗ്രസ് പ്രവർത്തകർ സതീശിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങൾ എന്തിനാണ് ഈ പുലർച്ചെ വന്ന് നിൽക്കുന്നതെന്ന് അവിടെ കൂടിയെന്ന ആളുകളോട് സതീശൻ പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാധ്യമങ്ങളോടൊന്നും പറഞ്ഞില്ല. സ്വാഭാവികമാണ്, മാധ്യമങ്ങളോടൊന്നും സംസാരിച്ചതുമില്ല സതീശൻ. എന്താണ് സതീശൻ്റെ നീക്കം എന്നുള്ള സ്വാഭാവികമായ ചോദ്യം നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു മറുപടി പ്രതീക്ഷിക്കാമോ? ഹരി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും VD സതീശൻ സ്വന്തം വീട്ടിൽ തന്നെ തുടരുകയാണ്. വീട്ടിലും MLA ഓഫീസിലുമൊക്കെ ആയിട്ട് ആളുകളെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന എന്നുള്ളൊരു തിരക്കിലൊക്കെയാണ്. സതീശനെ കാണാൻ നിരവധി പേരാണ് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ അദ്ദേഹം വീട്ടിലുള്ളപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ചെറിയ പ്രശ്നപരിഹാരത്തിനോ അല്ലെങ്കിൽ പരാതികളൊക്കെ ബോധിപ്പിക്കാൻ ആളുകൾ വരിക എന്നതിനപ്പുറത്തേക്ക് വലിയ തിരക്ക് അദ്ദേഹത്തിന്റെ MLA ഓഫീസിലോ ദേശത്തെ വീട്ടിലോ നമ്മൾ കണ്ടിട്ടില്ല, മാധ്യമപ്രവർത്തകർ കണ്ടിട്ടില്ല. പക്ഷേ ഇത്തവണ പതിവിന് വിപരീതമാണ്. അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പൂച്ചെണ്ടുകൾ കൊണ്ട്, അഭിവാദ്യം പറഞ്ഞുകൊണ്ട് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന ആശീർവാദമൊക്കെ നൽകിക്കൊണ്ട് നിരവധി പ്രവർത്തകരും നാട്ടുകാരും ഒക്കെയാണ് അദ്ദേഹത്തിനെ രാവിലെ മുതൽ തന്നെ വീട്ടിൽ കാണാനായി എത്തുന്നത്. VD സതീശൻ എന്തായാലും ശുഭാപ്തി വിശ്വാസം കൈവിടുന്നില്ല. അവസാന വട്ടത്തിൽ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനത്തിൽ തന്റെ പേരുണ്ടാകും എന്ന് തന്നെയാണ് VD സതീശനും അദ്ദേഹത്തിന്റെ അനുയായികളും പ്രവർത്തകരും ഒക്കെ വിശ്വസിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള എന്തായാലും അദ്ദേഹത്തിനെ കാണുന്നതിനും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നതെന്ന് നമുക്ക് കാണുമ്പോഴറിയാം. ഒരു കാര്യം ഹരി, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് വരെ, അതായത് ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം അധിക മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. അന്ന് ആ റിസൾട്ട് വന്നതിന്റെ അന്നും പിറ്റേന്നുമൊക്കെ അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തി. ഈ മുഖ്യമന്ത്രി ചർച്ച ആരംഭിച്ചത് മുതൽ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാൻ ഒരു വിധത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. മറിച്ച് മാധ്യമപ്രവർത്തകരോട്, നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴും MLA ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളുടെ വ്യക്തിപരമായി മറ്റു കാര്യങ്ങളൊക്കെ, ദേശീയ രാഷ്ട്രീയത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ, അതൊക്കെ സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിനൊന്നും തന്നെ VD സതീശൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അങ്ങനെ തന്നെ ആയിരിക്കും, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന്. മറിച്ച് നമ്മൾ അദ്ദേഹത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചത് കണ്ടത് അന്ന് ഹൈക്കമാൻഡിന്റെ അന്ന് ആ ഒരു ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയപ്പോഴാണ് ഈ പരസ്യ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഫ്ലെക്സ് പോരുകളൊക്കെ അവസാനിപ്പിക്കണമെന്ന പ്രവർത്തകരുടെ ആഹ്വാനമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമായി നമ്മൾ കണ്ടത്. പക്ഷേ അദ്ദേഹം തിരിച്ചു കൊച്ചിയിലേക്ക് എത്തുമ്പോൾ, ഓരോ സമയവും അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുമ്പോഴും അദ്ദേഹത്തിന് നൽകുന്ന വരവേൽപ്പ് അത് പറയാതിരിക്കാൻ കഴിയില്ല. അതിഗംഭീരമായിട്ടുള്ള വരവേൽപ്പാണ്. പ്രത്യേകിച്ച് DCC പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഉറ്റ അനുയായിയുമായിട്ടുള്ള മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ തോളിലേറ്റി വാഹനത്തിലേക്ക് കൊണ്ടുവരികയും VD CM എന്ന ആഹ്വാനം എന്ന ആർപ്പുവിളികളോടൊക്കെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അന്ന് ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയപ്പോഴും നമ്മളത് കണ്ടതാണ്. അങ്ങനെ VD സതീശന് വേണ്ടി എറണാകുളം ജില്ലയിലെ പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. മറിച്ച് ഹൈക്കമാൻഡിന്റെ നിലപാട് അദ്ദേഹത്തിനെതിരായി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും VD സതീശൻ എടുക്കുന്ന തീരുമാനം എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കടുത്ത നിലപാടുകളിലേക്ക് VD സതീശൻ പോകുമോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രവർത്തകരുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ വൈകാരികമായ പ്രതികരണം ഏത് വിധേനയാകും എന്നതും നമ്മൾ ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഇന്ന് മറ്റേ പൊതുപരിപാടികളൊന്നുമില്ല പ്രതിപക്ഷ നേതാവിന്. പകരം ജില്ലയിൽ തന്നെ തുടരുകയാണ്. വീട്ടിലും പുസ്തക വായനയും സഹപ്രവർത്തകരെയൊക്കെ കാണലും സംസാരിക്കലും ഒക്കെ ആയിട്ട് വീട്ടിലും MLA ഓഫീസിലുമൊക്കെ ആയിട്ട് അദ്ദേഹം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി തുടരുകയുമാണ്. അതാണ് നിലവിലെ സാഹചര്യം. കേരള മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഉത്തരം. രാഹുൽ ഗാന്ധി KC വേണുഗോപാൽ രഹസ്യ കൂടിക്കാഴ്ച നടന്നോ എന്ന് തനിക്കറിയില്ലെന്ന് രമേശ് ചെന്നിത്തല. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കും, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് താനെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. KC വേണുഗോപാലിന് കൂടുതൽ പിന്തുണയുണ്ടെന്ന അവകാശവാദത്തിലും അദ്ദേഹം പ്രതികരിച്ചു. MLA-മാരുടെ പിന്തുണയൊക്കെ കഴിഞ്ഞ കാര്യമാണ്, ചർച്ചകൾ കഴിഞ്ഞു, ഇനി ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഞങ്ങൾ ഹൈക്കമാൻഡുമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രീ KC വേണുഗോപാലും VD സതീശനും ഞാനും സംസാരിച്ചതാണ്. അവർ ഇന്നലെ പോയി. എനിക്ക് അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് എനിക്ക് അവിടെ നിന്ന് പോരാൻ കഴിഞ്ഞുള്ളൂ. ഇന്നലത്തെ മീറ്റിങ്ങിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. പാർട്ടി ഹൈക്കമാൻഡ്
യുക്തമായ തീരുമാനമെടുക്കും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. അല്ലാണ്ട് വേറെ ഒരു പ്രശ്നവുമില്ല. ഹൈക്കമാൻഡ് ഏത് തീരുമാനം എടുത്താലും ഞാൻ ആ തീരുമാനത്തെ അംഗീകരിക്കും. ഞാൻ എന്നും ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ്. എന്ത് തീരുമാനം എടുത്താലും അംഗീകരിക്കും. അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കും, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് താൻ. ഇതാണ് രമേശ് ചെന്നിത്തലയുടെ വാചകം. നമ്മൾ നേരെ പോവുകയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാൻ സാധ്യത ഏറുകയാണ്. ഡൽഹിയിൽ തുടരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പിണറായിയെ നിർദ്ദേശിച്ചേക്കും. പിണറായി സന്നദ്ധനായില്ലെങ്കിൽ KN ബാലഗോപാലിനെ പരിഗണിക്കാനാണ് സാധ്യത. വി അരുൺ ചേരുന്നുണ്ട്. അരുണേ, അതാണ് PB യോഗം തുടരുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്നുള്ള ചർച്ചകൾ നടക്കുമെന്ന് MA ബേബിയും പറഞ്ഞിരിക്കുന്നു. പക്ഷേ കേന്ദ്ര നിലപാട് വ്യത്യസ്തമാണോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വ്യത്യസ്ത നിലപാടിന് സാധ്യത കുറവാണ്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായേക്കും. ഇനി അങ്ങനെ ഒരു സാധ്യത മങ്ങുന്നെങ്കിൽ പിണറായിയുടെ നിലപാട് കൊണ്ട് തന്നെയാകും. അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പിണറായി തന്നെ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കും. കാരണം CPM വലിയ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ, അത് സംഘടനാ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നയിച്ച നേതാവാണ് പിണറായി. എന്ന് പാർട്ടി സെക്രട്ടറിയായി നയിച്ച നേതാവാണ് പിണറായി. അതിനുശേഷം 2 തവണ തുടർച്ചയായി ഭരണത്തിലേക്ക് മുന്നണിയെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു നേതാവ് പാർട്ടിയും മുന്നണിയും അങ്ങേയറ്റം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാതെ പോകില്ല. മാത്രമല്ല പ്രതിപക്ഷം തുലവും ദുർബലമാണ് ഇത്തവണ ഇടതുമുന്നണിയുടേത് എന്ന വിമർശനം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിൽ അത് ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായമുള്ളവരാണ് CPM-ൽ ഏറെയും. പക്ഷേ ഇടതുമുന്നണിയിലും CPM-ൽ ഒരു വിഭാഗവുമൊക്കെ പിണറായി ഇനി വരുന്നതിനോട് യോജിപ്പില്ലാത്തവരുണ്ട്. കാരണം ഒരു പുതിയ നേതൃത്വം വരണം. പിണറായിയുടെ നേതൃത്വത്തിനുള്ള നെഗറ്റീവ് വോട്ട് കൂടിയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലമെന്ന് കരുതുന്നവർ ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPI-ലും അതുപോലെ തന്നെ മറ്റു പാർട്ടികളിലും ഒക്കെയുണ്ട്. അതുകൊണ്ട് പിണറായി ഏറ്റെടുക്കുന്ന ആവശ്യവുമുണ്ട്. പക്ഷേ അതിന് വലിയൊരു മുൻതൂക്കം ലഭിക്കാനിടയില്ല. പിണറായി താല്പര്യപ്പെട്ടാൽ, അല്ലെങ്കിൽ പിണറായി നോ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവാകും. തീരുമാനം ഇന്നത്തെ പൊളിറ്റ് ബ്യൂറോ യോഗത്തിലുണ്ടാകും. കാരണം അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ 3 ദിവസമായി തിരുവനന്തപുരത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. അതിനുശേഷമാകും പ്രഖ്യാപനം. പിണറായി തന്നെ വരാനാണ് സാധ്യത. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ KN ബാലഗോപാലിന്റെ പേരിലേക്ക് CPM കടക്കുകയുള്ളൂ. യെസ്, പിണറായി തന്നെ വരാനാണ് സാധ്യത എന്നാണ് കണക്കുകൂട്ടൽ. പാർട്ടി പ്രത്യേകിച്ച് ഒരു ക്ഷീണത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പിണറായി വരണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്താനാണ് സാധ്യത. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടത് ഒരു രോമാഞ്ചിഫയിങ് മൊമെൻ്റ് ആയിരുന്നു അല്ലേ? പലർക്കും ഒരു സിനിമാ നടൻ ഒരു CM ആകുന്ന കാഴ്ച. ജോസഫ് വിജയ് എന്നും ഞാൻ എന്ന് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴേക്കും അത് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ്. എത്രമാത്രം ആവേശത്തോടു കൂടിയാണ് ആളുകൾ അത് സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഇനിയൊരു പുതിയ കാലമാണ്, ഒരു വിജയ് കാലമാണ്. ദ ടൈം സ്റ്റാർട്ട്സ് നൗ എന്നൊക്കെ വിജയ് ഇന്നലെ പ്രസംഗത്തിനിടയിൽ പറയുന്നുണ്ടായി. അതൊക്കെ ആവേശമായിരുന്നു TVK പ്രവർത്തകർക്ക്. തമിഴ്നാട്ടിലൊരു പുതിയ പാർട്ടി വരുന്നു, വെറും 14 മാസം പ്രായമുള്ള പാർട്ടി ഭരിക്കാൻ എത്തുന്നു എന്നത് തമിഴ്നാട്ടിൽ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്നതാണ്. എന്തായാലും അതിൻ്റെ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. തമിഴ്നാട്ടിലെ നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. രാവിലെ 9:30 സെക്രട്ടേറിയറ്റിലാണ് ചടങ്ങുകൾ നടക്കുക. നാളെ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കും. മെയ് 13 മുമ്പായി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം. അതേസമയം വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ തമിഴ് തായ് വാഴത്തിന് മുമ്പ് വന്ദേ മാതരം ആലപിച്ചതിന് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെക്കുകയും ചെയ്തു. പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നാരോപിച്ച് CPM-ഉം CPI-യും രംഗത്തെത്തിയത് TVK പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അജയ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അജയ്, അത് തന്നെയാണ് അതിനിടയിൽ ഒരു വിവാദം വരുന്നു. തമിഴ് തായ് വാഴത്ത് വന്ദേ മാതരം, ജനഗണമന, അത് കഴിഞ്ഞാണ് തമിഴ് തായ് വാഴത്ത് ആലപിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അവിടെ വെച്ച് തന്നെ അത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നെഹ്റു സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ചിലർ പറഞ്ഞു ഇതിപ്പോൾ തന്നെ വിവാദമാകും എന്നതിനെ സംബന്ധിച്ചും അവിടെ തന്നെ ഉണ്ടായിരുന്നു ചർച്ചകൾ. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറിയതെന്ന് പറയേണ്ടി വരും. ഭൂരിപക്ഷം തീരുമാനിക്കണം, അത് ബുധനാഴ്ച മറ്റന്നാൾ വരെയാണ് ഗവർണർ കൊടുത്തിരിക്കുന്ന സമയം എന്നതുകൂടി മനസ്സിലാക്കുന്നു. 99 പുതിയ MLA-മാരാണ്, അതായത് നിയമസഭയിലേക്ക് ആദ്യമായിട്ട് കാലെടുത്താൽ വയ്ക്കാൻ പോകുന്നത്. ചരിത്രം അല്ലേ? തീർച്ചയായിട്ടും വിജയ് ഉൾപ്പെടെ 99 MLA-മാരാണ് പുതുമുഖങ്ങൾ ഈ നിയമസഭയിലുള്ളത്. തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വിജയ് ഒരു പുതുമുഖമാണ്, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പുതുമുഖമാണ്, MLA എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പുതുമുഖമാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ ഈ ഭരണ മികവ് തെളിയിക്കേണ്ടത് അത് വിജയുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഭരണത്തിലേറെ ഇന്നലെ തന്നെ അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. സംസ്ഥാനത്ത് 200 മെഗാവാട്ട് വൈദ്യുതി സൗജന്യം, അതുപോലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക സ്ക്വാഡ്, ലഹരി വിരുദ്ധ
വിരുദ്ധ സ്ക്വാഡ് ഇതെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സിനിമാ സ്റ്റൈലിൽ തന്നെ അധികാരത്തിലേറിയ വിജയുടെ മുന്നോട്ടുള്ള പോക്കും അതും സിനിമാ സ്റ്റൈലിലാകും എന്നുള്ള സൂചനകളാണ് ഇന്നലെ തന്നെ വന്നു തുടങ്ങിയത്. വിജയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള പോക്കിലുള്ള ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം എന്നുള്ളതാണ്. കോൺഗ്രസ് മാത്രമാണ് ഈ ഇപ്പോൾ DMK മുന്നണി വിട്ട് ഈ TVKയിൽ വന്ന് വിജയ്ക്ക് പൂർണ്ണ പിന്തുണ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇടത് പാർട്ടികളായിട്ടുള്ള CPIയും CPMും പിന്നെ VCK ആണെങ്കിലും പിന്നെ IUML ആണെങ്കിലും അവരെല്ലാം DMK മുന്നണിയിൽ തന്നെ നിന്നുകൊണ്ടുള്ള ഒരു പിന്തുണയാണ് വിജയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു നൂലിന്മേൽ കളി തന്നെയാണ് ഇപ്പോഴുള്ള നിയമസഭയിലുള്ള വിജയുടെ പോക്കെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ കേവലം ഈ ചെറിയൊരു ഭൂരിപക്ഷത്തിൽ നമ്മുടെ കേരളത്തിൽ ഉമ്മൻചാണ്ടി 5 കൊല്ലം ഭരിച്ച ഒരു അനുഭവമൊക്കെ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലെയല്ല വിജയ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും വർഷത്തെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും നിരവധി വർഷത്തെ ഒരുപാട് രാഷ്ട്രീയ കളം മാറി ചവിട്ടലുകളും പല ഒരു നാടകങ്ങളും എല്ലാം മുന്നിൽ കണ്ടിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. പക്ഷേ വിജയ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പുതുമുഖമാണ്. അപ്പോൾ ഈ സഖ്യകക്ഷികളെ കൂടെ പിന്തുണയുമായി നിൽക്കുന്ന മറ്റ് പാർട്ടികളെ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് മുന്നിലുള്ള വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഇന്ന് എന്തായാലും MLA-മാരുടെ സത്യപ്രതിജ്ഞ സഭയിൽ നടക്കും. രാവിലെ 9 മണിക്കാണ് സെക്രട്ടേറിയറ്റിൽ ആ ചടങ്ങ് നടക്കുക. മറ്റ് സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും ഉൾപ്പെടെ നാളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇന്ന് സഭയിൽ തന്നെ വരുമ്പോൾ വിജയ്ക്ക് മുന്നിലുള്ള ഒരു പ്രതിസന്ധിയായി ഉള്ളത് തമിഴ് തായ്വാഴ്ത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഇന്നലെ ഇപ്പോൾ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി ആദ്യം പാടിയത് വന്ദേ മാതരമാണ്. അതിനുശേഷം ഇപ്പോൾ ദേശീയഗാനം പാടി, പിന്നാലെയാണ് തമിഴ് തായ്വാഴ്ത്ത് പാടിയത്. സാധാരണ തമിഴ്നാട്ടിൽ ഉള്ള ഒരു പൊതു പരിപാടികളിൽ സാധാരണയായി നടക്കാറുള്ളത് തമിഴ് തായ്വാഴ്ത്ത് ആദ്യം പാടുകയും പിന്നാലെയാണ് ഈ ദേശീയഗാനം ഉൾപ്പെടെ ആലപിക്കുകയും ചെയ്യാറുള്ളത്. പക്ഷേ ഈ പുതിയ രീതി അത് തീർച്ചയായിട്ടും പ്രതിപക്ഷ പാർട്ടികളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. DMKയും അതുപോലെ CPIയും എല്ലാം വിജയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ വിജയ് തന്നെ നിയമസഭയിൽ വിശദീകരണം നൽകണം എന്നാണ് CPI ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന് പിന്നാലെ TVKയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ആദവ് അർജുനെയാണ് ഇപ്പോൾ ഒരു വിശദീകരണമായി Xൽ കുറിച്ചിട്ടുള്ളത്. ഇതിൽ ആദവ് അർജുന പറയുന്നത് ഗവർണറുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് വന്ദേ മാതരം ആദ്യം ആലപിക്കേണ്ടി വന്നത്. ഇനി തുടർന്നുള്ള പരിപാടികളിൽ ഇത്തരമൊരു രീതി അത് ഉപയോഗിക്കില്ല എന്ന് മാധവർജുന പറഞ്ഞിരുന്നു. TVKയുടെ അഭിപ്രായത്തിലും ആദ്യം ആലപിക്കേണ്ടത് ഈ തമിഴ് തായ്വാഴ്ത്ത് തന്നെയാണ്. അത്തരമൊരു കാര്യം തന്നെയാണ് പാർട്ടി അഭിപ്രായവും. പക്ഷേ ഗവർണറുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത് എന്നാണ് TVKയുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടി നേതാവായിട്ട് ഉദയനിധി സ്റ്റാലിനെയാണ് നിലവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലൊരു സിനിമാ സ്റ്റൈൽ പോരാട്ടം തന്നെയായിരിക്കും നിയമസഭയിൽ ഇന്ന് മുതൽ അരങ്ങേറാൻ പോകുന്നത്. ഒരു 6 മാസത്തേക്ക് നിലവിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുമെന്നാണ് MK സ്റ്റാലിൻ മുൻ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം തന്നെ സ്വന്തം പിന്തുണയുള്ള ഈ ഇടത് പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഇത്തരമൊരു എതിർപ്പ് വന്ന സാഹചര്യത്തിൽ ഇനി മുന്നോട്ടുള്ള വിജയുടെ പോക്ക് അത് തീർച്ചയായിട്ടും ദുഷ്കരം തന്നെയായിരിക്കും. അതുതന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഭൂരിപക്ഷം തെളിയിക്കണമെന്നുള്ള കാര്യം മറ്റന്നാളാണ് ഉണ്ടാവേണ്ടത്. AIADMKയിൽ 30ഓളം MLA-മാർ ഒരു പക്ഷേ കൂടെ നിൽക്കാമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ TVKയുടെ പ്രസ്താവന ആദവ് അർജുന TVKയുടെ ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ കായിക മന്ത്രി പറയുന്നതും അത് തന്നെയാണ്. ഗവർണറുടെ നിർദ്ദേശപ്രകാരം ആണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നുള്ളത് തന്നെയാണ്. CPI CPM ഉൾപ്പെടെ VCK ഉൾപ്പെടെ വല്ലാത്തൊരു ക്ഷീണം ആ ഒരു തമിഴ് തായ്വാഴ്ത്തയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഉണ്ട്. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മളൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. പശ്ചിമബംഗാളിലേക്ക് പോവുകയാണ്. പശ്ചിമബംഗാളിലെ തോൽവിയെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാവുന്നു. മമതാ ബാനർജിക്കും അനന്തരവൻ അഭിഷേക് ബാനർജിക്കുമെതിരെ പടയൊരുക്കം നടക്കുന്നതായാണ് സൂചന. പാർട്ടി വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് ശനിയാഴ്ച തൃണമൂൽ കോൺഗ്രസ് 3 വക്താക്കളെ 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. TMC വക്താവ് റിജു ദത്ത മുൻകാലങ്ങളിൽ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾക്ക് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയോടും മറ്റ് BJP നേതാക്കളോടും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. സജിത്ത്,
ചേരുന്നുണ്ട്. സഹിത പശ്ചിമ ബംഗാളിൽ മമത നേരിട്ട ദയനീയ തോൽവി, അതിനെപ്പറ്റി നമ്മൾക്ക് ഒരുപാട് സംസാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ റിജു ദത്തയുടെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് സുവേന്ദു അധികാരിയോട് നടത്തിയ മാപ്പുമായി ബന്ധപ്പെട്ടും റിജു ദത്ത പറയുന്നത് TMCക്കുള്ളിൽ തന്നെ ശക്തമായ രീതിയിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ഈ വീഡിയോകൾ ചെയ്യണമെന്നത് സംബന്ധിച്ച്. പാർട്ടി സീറ്റുകൾക്ക് വേണ്ടിയിട്ട് 5 കോടി രൂപ വരെ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. മമതയ്ക്കെതിരെ പാളയത്തിൽ പട നടക്കുകയാണ്. അതെ ഹരി, അസാധാരണമായ പ്രതിസന്ധികളാണ് മമതാ ബാനർജി നേരിടുന്നത്. ഒരേ സമയം തെരഞ്ഞെടുപ്പ് തോൽവിയും അതിന് പിന്നാലെ BJPക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരെ നടക്കുന്ന നിയമപരമായും രാഷ്ട്രീയപരമായുള്ള പോരിന് തയ്യാറെടുക്കുന്നു മമത. ഇതിനിടയിലാണ് സ്വന്തം ക്യാമ്പിൽ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുന്നത്. 2 പ്രതിസന്ധികളാണ് ഇക്കാര്യത്തിൽ മമതയ്ക്കെതിരെ ഇപ്പോൾ ഈ നീക്കങ്ങൾക്ക് കാരണമാവുന്നത്. ഒന്ന്, നേരത്തെ തന്നെ മമതാ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ അത് തെരഞ്ഞെടുപ്പ് തോൽവിയോടെ പുതിയ തലത്തിലേക്ക് എത്തുന്നു, പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നു എന്നതാണ് സാഹചര്യം. റിജു ദത്ത അടക്കമുള്ളവരുടെ ഈ നീക്കം അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ BJPക്കെതിരെ എടുത്ത നിലപാടുകൾക്ക് പിന്നിൽ ഏറെക്കുറെ ക്ഷമ പറയുന്ന നിലപാടെടുത്തുകൊണ്ടാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് പാർട്ടി വക്താവ് കൂടിയായ റിജു ദത്ത. ഇതിനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. മുൻകാലങ്ങളിലും സമാനമായ നിലപാടുകൾ എടുക്കാൻ തങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന കാര്യം കൂടിയാണ് ഇവർ പറയുന്നത്. മറ്റൊന്ന്, അഭിഷേക് ബാനർജിയെ മമതാ ബാനർജി അനാവശ്യമായി പ്രൊമോട്ട് ചെയ്യുന്നു എന്ന ആക്ഷേപം. പാർട്ടിയിലെ പല സീനിയർ നേതാക്കൾക്കും പാർട്ടി മമതാ ബാനർജിയുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇക്കാര്യത്തിൽ മമതാ ബാനർജി പുലർത്തുന്ന നിലപാട് ഇതാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് വരുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല. മമതാ ബാനർജി എന്തായാലും ഈ പാർട്ടിയിലെ ഈ നീക്കങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിനെതിരായ സമരങ്ങൾക്ക് പാർട്ടിയെ സംഘടിപ്പിക്കാൻ നീക്കം നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഈ തരത്തിലുള്ള ഒരു ഗുരുതരമായ പ്രതിസന്ധി അവർക്കുണ്ടാകുന്നതെന്നാണ് സാഹചര്യം. മറ്റൊരു കാര്യം കൂടിയുള്ളത്, BJPയെ സംബന്ധിച്ച് പശ്ചിമബംഗാളിലേക്കുള്ള കടന്നുകയറ്റം അത് അവർ എല്ലാ തരത്തിലും പുതിയ സാധ്യതയായി മാറ്റുക കൂടിയാണ്. പ്രത്യേകിച്ച് മമതാ ബാനർജിയുമായി ഒപ്പം നിൽക്കുന്ന പലരെയും അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട്. കൂട്ടത്തോടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിരിക്കുന്ന പ്രവർത്തകരെ അടക്കം BJPയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അത് BJP ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ പലപ്പോഴും അവിടെ ഭരണം മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് കൂട്ടത്തോടെ ആളുകൾ മാറുന്ന പതിവാണ്. CPMലും മറ്റും നമ്മൾ കണ്ടതാണ്. CPMലും മറ്റും ഉണ്ടായ നഷ്ടം നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായ ഒരു സാഹചര്യം തൃണമൂൽ കോൺഗ്രസ് നേരിടുകയാണ്. 2 തരത്തിലുള്ള വെല്ലുവിളി മമതാ ബാനർജി നേരിടുന്നു. ഒന്ന്, സംഘടനാപരമായി അവർക്ക് ഉണ്ടാകുന്ന നഷ്ടം തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന്. 2, സ്വന്തം ചേരിയിൽ തന്നെ ഉണ്ടാകുന്ന നീക്കങ്ങൾ. ഇതുവരെ മമതാ ബാനർജിക്ക് എതിർ ശബ്ദം ഉണ്ടായിരുന്നില്ല. പക്ഷേ അഭിഷേക് ബാനർജിയുമായി ബന്ധപ്പെട്ടും പാർട്ടിയിലെ മറ്റ് സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമായി ഉണ്ടാകുന്ന പ്രതിസന്ധികളെ എങ്ങനെ ഇനി മമതാ ബാനർജി തരണം ചെയ്യുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ മറ്റൊരു നീക്കം കൂടി ആരംഭിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പുതിയ BJP സർക്കാർ വരികയാണ്. അവിടെ കാലിക്കടത്ത് നിരോധനം അടക്കമുള്ള പുതിയ നീക്കങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിലുണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ് സർക്കാരിൻ്റെ നിലപാടുകൾക്കും നീക്കങ്ങൾക്കും വിരുദ്ധമായിക്കൊണ്ടുള്ള പുതിയ നീക്കങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൂരവ്യാപകമായി ബംഗാൾ രാഷ്ട്രീയത്തിൽ പ്രത്യാഘാതമുണ്ടാക്കുന്ന ചില നീക്കങ്ങൾ കൂടിയാണ് BJP തുടക്കമിട്ടിരിക്കുന്നത്. അങ്ങനെയൊരു നീക്കം BJPയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. എന്തായാലും വിവാദം, ഭിന്നത, പൊട്ടിത്തെറി, ഇതാണ് നിലവിൽ പശ്ചിമ ബംഗാളിലെ സാഹചര്യം. മമത ഒന്നും മിണ്ടുന്നില്ല. മമതയുടെ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ ഗുവാഹത്തിയിൽ ചേർന്ന BJP പാർലമെന്ററി പാർട്ടി യോഗം ഹിമന്ത ബിശ്വ ശർമ്മയെ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയോടൊപ്പം 102 MLA-മാരും അന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പെട്രോൾ ഡീസൽ വില വൈകാതെ വർദ്ധിപ്പിക്കുമെന്ന് സൂചന. വില വർധനയ്ക്ക് കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദമേറുകയാണ്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നത് കാരണം ഇന്ത്യൻ എണ്ണ കമ്പനികൾ കനത്ത സാമ്പത്തിക നഷ്ടമാണ് നേരിടുന്നത്. തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് പിന്നാലെ സമ്മർദ്ദം ശക്തമായെങ്കിലും ജനവികാരം എതിരാകുമെന്ന് കണ്ട് കേന്ദ്ര സർക്കാർ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. നമ്മൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് പോകുന്നു. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധമാണ്. അതായത് ഇന്ന് മെയ് 11-ആയി. ഇപ്പോഴും വലിയ സംഘർഷത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് US മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് മറുപടി നൽകിയതായി ഇറാൻ. ഗൾഫിലും ഹോർമുസ് കടലെടുക്കിലും യുദ്ധം അവസാനിപ്പിക്കുന്നതിലും സമുദ്ര സുരക്ഷയിലും ടെഹ്റാന്റെ അഭിപ്രായം പാകിസ്ഥാൻ വഴിയാണ് കൈമാറിയത്. ഹോർമുസ് കടലെടുക്ക് ഒരു സമ്മർദ്ദ ഉപാധിയായി ഉപയോഗിക്കുന്നത് പ്രതിസന്ധി കൂടുതൽ വഷളാക്കുകയുള്ളൂവെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഇറാന് മുന്നറിയിപ്പ് നൽകി. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ഹോർമുസിൽ നടക്കുന്നതെന്നത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കൂടുതൽ സംഘർഷ സാധ്യതകൾ കണക്കിലെടുക്കുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള
സംഘർഷം അവസാനിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 14ഓളം എണ്ണക്കപ്പലുകൾ തടഞ്ഞ് നിർത്തിവെച്ചിരിക്കുകയാണെന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം മോദി നടത്തിയ പ്രസംഗം ഭയങ്കര ഞെട്ടിപ്പിക്കുന്നത് കൂടിയായിരുന്നു. ഒരു കോവിഡ് കാലത്തിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം, വർക്ക് ഫ്രം ഹോമൊക്കെ കൂടണം എന്നുള്ള രീതിയിലൊക്കെ മോദിയും സംസാരിച്ചിരുന്നു. എന്തായാലും അജയ് ചേർന്നുണ്ട് ഡെസ്കിൽ നിന്ന്. അജയ്, ഇത് കൂടുതൽ വഷളാവുകയാണ്. ഇറാൻ്റെ മറുപടി അമേരിക്കയ്ക്ക് കിട്ടുമ്പോൾ പോലും അത് നോട്ട് ടോട്ടലി അൺഅക്സെപ്റ്റബിൾ എന്നാണ് ട്രംപും പറയുന്നത്. ഇത് കൂടുതൽ വഷളാവുകയല്ലേ? തീർച്ചയായിട്ടും ഹരി സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അത് എല്ലാവരും ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൾപ്പെടെ പല ഏഷ്യൻ രാജ്യങ്ങളിലും വന്ന പ്രതിസന്ധി അത് ഇന്ത്യയും ബാധിക്കുകയാണോ എന്നുള്ള ഒരു വലിയ ആശങ്ക അത് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും ഒരു പ്രതീക്ഷയോടെ കാത്തിരുന്നത് തീർച്ചയായിട്ടും ഇറാൻ്റെ നിർദ്ദേശങ്ങൾ, അമേരിക്കയുടെ നിർദ്ദേശങ്ങളിൽ ഇറാൻ്റെ പ്രതികരണം എങ്ങനെയാകും എന്നുള്ളതായിരുന്നു. അതിൽ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എല്ലാവരും അത് ഉറ്റുനോക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്നലെ ട്രംപിൻ്റെ ഒരു പോസ്റ്റ് വരുന്നു. അതിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ മറുപടി അത് ടോട്ടലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്, ഒട്ടും തന്നെ അത് സ്വീകാര്യമല്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാൻ കുറച്ച് ദിവസങ്ങളായി അമേരിക്ക ഈ ഇറാന് മുന്നിൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. അത് ഏതാണ്ട് 1.5 ആഴ്ചയോളം ഇറാൻ ഡിലേ നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ മറുപടി അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. അത് സ്വീകാര്യമല്ല എന്ന് ട്രംപ് പറയുമ്പോൾ തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിൽ അത് ആശങ്ക ഉയർത്തുകയാണ്. ഇന്നലെ ട്രംപ് പറഞ്ഞത് ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ പ്രോജക്റ്റ് ഫ്രീഡം ഉൾപ്പെടെ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രോജക്റ്റ് ഫ്രീഡം നടപ്പിലാക്കുമ്പോൾ അത് ഇനി അടുത്ത ഒരു സംഘർഷത്തിന് സാധ്യത ഒരുക്കുമോ എന്നുള്ള ഒരു ആശങ്കയും എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു മറുപടി വന്നതിന് ശേഷം പശ്ചിമേഷ്യയിൽ പലയിടത്തും ഒരു ഡ്രോൺ ആക്രമണവും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുവൈറ്റിലും അതുപോലെ തന്നെ UAEയുടെയും ആകാശത്ത് നിരവധി ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ട് അതാത് മന്ത്രാലയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ആക്രമണത്തിലൂടെ ഇത്തരത്തിൽ ഡ്രോൺ വിക്ഷേപിച്ചതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇറാൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതുപോലെ ഖത്തർ അവരുടെ സമുദ്ര തീരത്ത് ഒരു കണ്ടെയ്നർ ഷിപ്പ് ആക്രമിക്കപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഷിപ്പിൽ എന്തെങ്കിലും ആൾനാശം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അതൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്തരത്തിലൊരു ഷിപ്പ് ആക്രമിക്കപ്പെട്ടത് അവരും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നൊരു മറുപടി വരുന്നത് അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ തങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ പുനരാരംഭിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതുവരെ കാണാത്ത തക്കതായിട്ടുള്ള മറുപടി തിരിച്ചു നൽകും എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അതും വലിയൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. IRGCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിനിടെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടി വരുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നാണ്. അതായത് അവർ സ്വന്തം കാര്യം മാത്രമല്ല പറയുന്നത്, അമേരിക്കയുടെ കാര്യം കൂടി ചേർത്താണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇറാൻ ഇപ്പോഴും സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവശം വെച്ചിരിക്കുന്നു. അതുപോലെ അവരുടെ പല ആണവ സൈറ്റുകളും ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് എന്നതാണ് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അതുകൊണ്ട് ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ അനിവാര്യമാണ് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നത്. തീർച്ചയായിട്ടും നേതാക്കളെല്ലാവരും പരസ്പരം മുഖം തിരിച്ച് നിൽക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഇറാൻ തങ്ങളുടേതായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നു. അമേരിക്ക ആ നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞു. ഇപ്പോൾ അമേരിക്ക സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ഇറാനും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും ഇപ്പോഴും പരസ്പരം പല കാര്യങ്ങളും അംഗീകരിക്കുന്നില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ നിൽക്കുന്നിടത്തോളം കാലം ഈ ഹോർമുസ് വിഷയത്തിൽ ഒരു പരിഹാരമാകില്ല എന്ന് വേണം നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ അനുമാനിക്കാം. ഇല്ല അജയ്, അതാണ് ഹോർമുസിൽ ഒരു കാര്യം ഉണ്ടാവുന്നില്ല, ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല എന്നത് സംബന്ധിച്ച് വ്യക്തമാണ്. പക്ഷേ മോദിയുടെ പ്രസംഗത്തിലും കൂടെ നമുക്കൊന്ന് സംസാരിക്കണമല്ലോ. കാരണം ഒന്ന് ഞെട്ടലോടെയാണ് നമ്മളെല്ലാവരും കേട്ടത്. പക്ഷേ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോകാം. ഇപ്പം ഡിമോണിറ്റൈസേഷൻ സമയത്താവട്ടെ, കോവിഡ് സമയത്താവട്ടെ, രാജ്യമൊട്ടാകെ തന്നെ പോയൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലാണ് മോദി ഇന്നലെ സംസാരിക്കുകയും ചെയ്തത്. മോദി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് വർക്ക് ഫ്രം ഹോംസ് കൂട്ടുക, അല്ലെങ്കിൽ ആ ജോലി ഭാരം കൂട്ടുക എന്നുള്ളതാണ്. പുറത്തേക്ക് പോവുകയാണെങ്കിൽ കാർ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ കൂട്ടുക, അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വർണ്ണമൊക്കെ ഒരു വർഷത്തിന് വരെ വാങ്ങാതിരിക്കാനുള്ള കാര്യങ്ങൾ നടക്കുക. അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ ഈ ഒരു യുദ്ധവും കൂടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്ത് വായിക്കുമ്പോഴേക്കും അത് ഇമ്പോസ് ചെയ്തിട്ടില്ല, വ്യക്തമാണ്. മോദിയുടെ ഒരു അഭ്യർത്ഥനയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഒരു ഇമ്പോസിങ്ങിലേക്ക് അത് നീങ്ങാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഈ പ്രതിസന്ധികൾ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഊർജ്ജ ഉപയോഗത്തിന്റെ വലിയൊരു പങ്കും വരുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇപ്പോൾ പെട്രോളിയം, ഡീസൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, അതുപോലെ LPG ഗ്യാസിന്റെ ഇറക്കുമതി, തീർച്ചയായിട്ടും ഇത്ര വലിയ ഒരു പോപ്പുലേഷനുള്ള ഇന്ത്യക്ക് ഇത്തരത്തിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി അത് നിർത്തലാകുമ്പോൾ വലിയൊരു പ്രതിസന്ധി തന്നെ നേരിടേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ചൈന പോലെയുള്ള രാജ്യങ്ങൾക്കാണെങ്കിൽ അവർക്ക് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വഴിയൊക്കെ മറ്റ് മാർഗങ്ങൾ അവർ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോർമുസ് വിഷയത്തിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അത് തീർച്ചയായിട്ടും ചൈനയും ബാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു പരിധിവരെ അവർക്ക് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിച്ചിട്ടുള്ളത് മറ്റ് മാർഗങ്ങളിലൂടെ അവർ ഈ ഊർജ്ജ ഇറക്കുമതി അവലംബിച്ചത് കാരണമാണ്. ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷ സാധ്യത ഈ വർഷം ആദ്യം തന്നെ പല വിദഗ്ധരും പ്രവചിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ നമ്മുടെ വിദേശത്ത് നിന്നുള്ള ഈ ഇറക്കുമതി, ഈ ഊർജ്ജ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അത് മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല. അപ്പോഴൊക്കെ ഈ ഹോർമുസ് തന്നെയായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത്. ഈ ഹോർമുസ് വഴിയുള്ള ഈ ഊർജ്ജ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറഞ്ഞതോടുകൂടി അത് തീർച്ചയായിട്ടും ഇത് രാജ്യത്ത് കടുത്ത രീതിയിലുള്ള പണപ്പെരുപ്പം ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് നിലവിൽ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മുന്നറിയിപ്പുകൾ തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഹരി സൂചിപ്പിച്ചതുപോലെ സ്വർണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതിന് മാത്രമല്ല വിദേശയാത്ര വരെ ഇപ്പോൾ കുറയ്ക്കണമെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതെ, അങ്ങനെ ഒരു നിർദ്ദേശമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് നിലവിലത്തെ സാഹചര്യം. പശ്ചിമേഷ്യയിലെ തുടരുന്ന സംഘർഷങ്ങൾ കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം നേരിടാൻ ജനങ്ങൾക്ക് പുതിയ സാമ്പത്തിക നയങ്ങൾ നിർദ്ദേശിച്ച പ്രധാനമന്ത്രി അതിർത്തിയിൽ ജീവൻ ബലികഴിക്കുന്നത് മാത്രമല്ല ദൈനംദിന ജീവിതത്തിൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്നതും രാജ്യസ്നേഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കുന്നതിനായി വിദേശയാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനായി മെട്രോ ട്രെയിനുകളും മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളും ഉപയോഗിക്കണം. കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കണമെന്നും ചരക്ക് നീക്കത്തിനായി റെയിൽവേക്ക് മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹൈദരാബാദിലെ ചടങ്ങിൽ പങ്കെടുക്കവെയാണ് മോദി പുതിയ ആശയങ്ങൾ പങ്കുവച്ചത്. പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി TP ഷാജിയുടെ പരാജയം അപ്രതീക്ഷിതമെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി. ഷാജി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് V4 പട്ടാമ്പി എന്ന സംഘടനയുണ്ടാക്കി എന്നതിൽ പ്രവർത്തകർക്കുണ്ടായിരുന്ന അകൽച്ച മാറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷന് തൊട്ടു മുമ്പാണ് കോൺഗ്രസിന്റെ ഭാഗമായതും മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചതും ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതും. ഉടൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകിയതും ശരിയായില്ല. അവസാന ഘട്ടത്തിൽ റിയാസ് മുക്കോളി സ്ഥാനാർത്ഥി അല്ല എന്നറിഞ്ഞ് വലിയൊരു വിഭാഗം പ്രവർത്തകരിൽ നിരാശയുണ്ടാക്കുകയും ചെയ്തു. പട്ടാമ്പിയിലെ പരാജയ കാരണം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കുവാൻ ജില്ലാ UDF കമ്മിറ്റിയോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. അവയവദാനത്തിന് വ്യാജരേഖ ചമക്കലുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകിയേക്കും. കോലഞ്ചേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുക. ഇനിയും കൂടുതൽ ആളുകൾ പിടിയിലാകാൻ ഉണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. നവമി ഉണ്ട് വിശദാംശങ്ങൾ. നവമി അത് തന്നെയാണല്ലോ, കൂടുതൽ ആളുകൾ ഇനിയും പിടിയിലാവാനുണ്ട് എന്നുള്ള സാധ്യത തന്നെയാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. നവമി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നവമി അത് തന്നെയാണല്ലോ. അപ്പോൾ കൂടുതൽ ആളുകൾ ഇനിയും ഉണ്ട്. ഒരു ചോദ്യം ചെയ്താൽ നിർണായകമായ വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയുമുണ്ട്. വ്യാജരേഖ ചമക്കലുമായി ബന്ധപ്പെട്ട് ഇനിയും ആളുകൾ ഉണ്ടെന്നുള്ള നിഗമനത്തിൽ പോലീസ് ഊന്നി നിൽക്കുകയാണ്. ആ സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ നീങ്ങുന്നത്? അതെ ഹരി, അങ്ങനെ തന്നെ നമ്മൾ അനുമാനിക്കുന്നുണ്ട്. കാരണം പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ചില തെളിവുകൾ ലഭിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ നിന്നും അറസ്റ്റിലായ നജീബിനെ വേഗം തന്നെ ഫ്ലൈറ്റിലാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. അത്രയും വേഗം എത്തിക്കുക എന്നുള്ളത് കാരണം ഇത് അത്രയും സുപ്രധാനമായിട്ടുള്ളൊരു കേസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്നലെ വിശദമായി ചോദ്യം ചെയ്തു പ്രതിയെ. പക്ഷേ പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ഇവരിൽ നിന്നും ലഭിച്ചിട്ടില്ല, ഇയാളിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഇതോടെ ഇയാൾ ഉൾപ്പെടെ 7 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അത് അനിവാര്യമാണെന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇയാളൊരു ഏജന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇയാളിൽ നിന്നും പ്രധാനമായും ഇയാളിലേക്ക് എത്തുന്നത്, ആരൊക്കെയാണ്, അവയവദാനത്തിന് എത്തുന്നവരുടെ ഒരു പശ്ചാത്തലം എന്താണ്, എത്ര രൂപയാണ് ഇവർക്ക് നൽകുന്നത് എന്നീ കാര്യങ്ങളൊക്കെ, ഇത് എവിടെയൊക്കെയാണ് ഈ അവയവദാനം നടക്കുന്നത്, ഇവരെ വിദേശത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ, ഇതെല്ലാം പോലീസിന് വിശദമായി അറിയേണ്ടതുണ്ട്.
മറ്റൊന്ന് ഇയാളുടെ ഓഫീസുകൾ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ലെറ്റർ പാഡുകൾ, അത് MP-മാരുണ്ട്, MLA-മാരുണ്ട്, രാഷ്ട്രീയ പ്രമുഖരുണ്ട്. ഇവരുടെ ലെറ്റർ പാഡിന് പുറമെ ചില ഡോക്ടർമാരുടെ ആശുപത്രിയുടെ പേരിലുള്ള ലെറ്റർ പാഡൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പോലീസിന്റെ ഒരു അനുമാനം ഇവർക്കൊരു ഈ പ്രതിക്ക് മുജീബിന് ചില ഉന്നത നേതാക്കളുമായിട്ട് അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ഒരു കുറച്ച് ഉന്നതരുമായിട്ട് അയാൾക്കൊരു ബന്ധമുണ്ടെന്ന സൂചനകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ അറിവോടെയാണോ ഇത്തരം വലിയ തട്ടിപ്പ് നടത്തിയതെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള കണ്ടെത്തലിന് വേണ്ടിയിട്ടാണ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ് കസ്റ്റഡിയിലേക്ക് ചോദിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലെന്തായാലും കൂടുതൽ ആളുകൾ കുടുങ്ങുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പ്രധാനമായും ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് ഇയാൾ നടത്തുന്നത്, ഇതിൽ നിന്ന് എത്ര രൂപയാണ് ഇയാൾക്ക് ലാഭം ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയാണ് ഓരോ അവയവ കച്ചവടം നടക്കുമ്പോഴും ഇയാൾക്ക് എത്ര തുകയാണ് ലഭിക്കുന്നത്, ഇതെല്ലാം പോലീസിന് വിശദമായി അറിയേണ്ടതുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീളുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇതോടെ 7 പേരടക്കം, അതായത് ഈ മുജീബിന്റെ ഭാര്യ അടക്കം 7 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹരി, ഇല്ല നമ്മ ഇത് തന്നെയാണ് സംസ്ഥാനത്തെ ഞെട്ടിച്ച ഒരു അവയവ കച്ചവടം തന്നെയാണ്. അതിൽ വെറും ഒരു കണ്ണി മാത്രമാണ് നജീബ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിന് പിന്നിൽ അന്തർ സംസ്ഥാനത്തിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ 7 പേര് അറസ്റ്റ് ചെയ്തിരിക്കുന്ന 7 പേരിലല്ല, ഇതൊരു വലിയ ശൃംഖല തന്നെയാണെന്ന് പോലീസ് വിശ്വസിക്കുന്നു. അതിൽ ഈ ഉന്നതർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ ഞെട്ടുന്ന പേരുകൾ ഒക്കെ വരാൻ സാധ്യത ഉണ്ടാവും. അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവർ ഉന്നതരുമായിട്ടുള്ള ബന്ധം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾക്ക്, ഈ മുജീബിന് ചില ഉന്നതരുമായിട്ട് ബന്ധമുണ്ട്, അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അവരുമായി അടുത്ത് ഇടപഴകുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഈ തട്ടിപ്പിൽ ഭാഗമാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ മുജീബ് നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച് ഇവർക്ക് അറിയാമോ എന്നതാണ് അന്വേഷണ സംഘം ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അതിനുവേണ്ടി മുജീബിന്റെ ഫോൺ അടക്കം പരിശോധിക്കണം, ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണം, ആരെയൊക്കെയാണ് മുജീബ് കണ്ടിരിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡീല് നടത്തുന്നത് എന്നീ കാര്യങ്ങളാണ് പോലീസിന് വ്യക്തത വരുത്തേണ്ടത്. അതിന്റെ ആദ്യഘട്ടം എന്നോണമാണ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുക എന്നത്. ഇന്നലെ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് 2 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 2ലും മുജീബ് തന്നെയാണ് മുഖ്യപ്രതി. വടക്കേക്കോട്ടയിൽ നിന്നും ഒരാൾക്ക്, അതായത് ഒരു അടുത്തിടയിൽ തന്നെ ഒരു അവയവദാനം നടത്തി, അത് വടക്കേക്കോട്ട സ്വദേശിയാണ്. അയാളെ പോലീസ് ട്രേസ് ചെയ്യുന്നുണ്ട്, അയാളെ ഏകദേശം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അയാളെയും വിശദമായി ചോദ്യം ചെയ്യും എന്നുകൂടി അറിയുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ, അതായത് അവയവദാനം നടത്തിയ ഈ ദാതാക്കളിൽ നിന്നൊക്കെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമോ, ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുമോ എന്നും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ മുജീബിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തുന്നത്. മുജീബിലേക്ക് എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ മുജീബിനെ വിശദമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളുടെ പങ്ക്, കൂടുതൽ ആളുകളുണ്ടോ, ഉന്നതരുണ്ടോ, ഇതിലൊക്കെ ഒരു സ്ഥിരീകരണവും വ്യക്തതയും വരുത്താനാകും, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത്. യെസ്, അത് തന്നെയാണ് സാഹചര്യം. എന്തായാലും നജീബിനെ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. നജീബ് വെറും ഒരു കണ്ണി മാത്രമാണ്, പലരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അമൃത് പദ്ധതി പ്രകാരം പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ട്രാഫിക് നിയന്ത്രണമുണ്ട്. പുനയ്ക്കാമുകൾ വിജയമോഹിനി മില്ലിന് സമീപം മുതൽ KSEB ഓഫീസ് വരെയാണ് നിയന്ത്രണം. ഇന്ന് മുതൽ മെയ് 31 വരെ രാവിലെ 9 മണിക്കും വൈകുന്നേരം 5 ഇടയിലാണ് ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തുക. പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് കേരള വാട്ടർ അതോറിറ്റി ആവശ്യപ്പെട്ടു. പട്ടാമ്പിയിലെത്തുന്നവർക്ക് കാഴ്ച വിസ്മയം ഒരുക്കുകയാണ് പട്ടണത്തിലെ ചുമരുകളും മതിലുകളും. കലാവൈഭവം നിറയുന്നതും ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകിയുമുള്ള ചിത്രങ്ങൾ നയനമനോഹരമാണ്. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലാണ് സൗന്ദര്യവൽക്കരണം നടത്തുന്നത്. പട്ടാമ്പി നഗരത്തിലെത്തുന്നവരെ മനോഹരമായ ചിത്രങ്ങളിലൂടെ സ്വീകരിക്കുകയാണ് പാതയോരങ്ങളിലെ മതിലുകളും ചുമരുകളും. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലാണ് മനോഹര ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത്.
കലാരൂപങ്ങളും കൗതുക ചിത്രങ്ങളുമാണ് ഇടം പിടിക്കുന്നത്. ഒപ്പം മാലിന്യ സംസ്കരണത്തെയും ജലവായു സംരക്ഷണത്തെയും കുറിച്ചുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടത്തിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി പറഞ്ഞു. പട്ടാമ്പി നഗര സൗന്ദര്യവൽക്കരണത്തിന് ആവശ്യമായ ഫണ്ട് നഗരസഭ നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പട്ടാമ്പി ടൗണിലെ എല്ലാ മേഖലയിലും ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ മതിലുകളും ഇത് പെയിന്റിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ റോഡ് പ്രവൃത്തി കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി നഗര സൗന്ദര്യവൽക്കരണം എന്നുള്ള ഒരു പ്രഖ്യാപിത പരിപാടി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോകും. പട്ടാമ്പി കമ്മാനം പോലീസ് സ്റ്റേഷന്റെയും മിനി സിവിൽ സ്റ്റേഷന്റെയും ചുറ്റുമതിൽ, പാതിവരത്തെ മരങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളുടെ മതിലുകൾ, ചുമരുകൾ, പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലായാണ് കണ്ണിനു കാഴ്ചവിരുന്നൊരുക്കി മനോഹര ചിത്രങ്ങൾ സജ്ജമാക്കിയത്. ന്യൂസ് 18 പട്ടാമ്പി. വിവാഹ ചടങ്ങുകളിലേക്ക് വീണ്ടും തിരിച്ചെത്താൻ ഒരുങ്ങി മംഗളപത്രം. മുമ്പ് ഒരു ചടങ്ങായി നടന്നു വന്നിരുന്ന മംഗളപത്ര സമർപ്പണം ഇന്ന് അപൂർവമായി മാത്രമേ കാണാനുള്ളൂ. തിരുവനന്തപുരം സ്വദേശിനി ശ്രദ്ധയുടെയും തൃശൂർ സ്വദേശി അഖിൽ ദേവിന്റെയും വിവാഹ ചടങ്ങിലാണ് ഇത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. കവി ഗിരീഷ് പുലിയൂരിന്റെ രചനയിൽ സംഗീത സംവിധായകൻ വിജയകരുണാണ് മംഗളപത്രം ആലപിച്ചത്. 50 ആണ്ട് മുമ്പ് വരെ തെക്കൻ തിരുവിതാംകൂറിൽ വിവാഹ ചടങ്ങുകളിൽ മംഗളപത്രം സമർപ്പണമെന്ന ചടങ്ങ് വ്യാപകമായി നടന്നിരുന്നു. നവദമ്പതികൾക്ക് നാട്ടുകാരും സൗഹൃദ സംഘങ്ങളും മംഗളാശംസകൾ നേരുന്നതായിരുന്നു ചടങ്ങ്. കവിതാരൂപത്തിലാണ് മംഗളപത്രം തയ്യാറാക്കിയിരുന്നത്. ഇതിൽ പരിചിതരായ നാട്ടുകവികൾ അക്കാലത്തുണ്ടായിരുന്നു. സമ്മാനമായി കിട്ടുന്ന ഫ്രെയിം ചെയ്ത മംഗളപത്രം വീടിന്റെ സ്വീകരണ മുറിയിൽ പലരും അഭിമാനത്തോടെയാണ് സ്ഥാപിച്ചിരുന്നത്. മംഗളപത്രം തയ്യാറാക്കാൻ പ്രാവീണ്യമുള്ളവർ ചുരുങ്ങിയതോടെ ഈ ചടങ്ങും അന്യം നിന്നു തുടങ്ങി. ഇതു വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം തിരുവനന്തപുരത്ത് വിവാഹവേദിയിൽ അരങ്ങേറി. പഴമ ചോരാതെ കവി ഗിരീഷ് പുലിയൂർ രചിച്ച മംഗളപത്രം മുരുകൻ കാട്ടാക്കട ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം യുവ കവികളുടെയും എഴുത്തുകാരുടെയും സാന്നിധ്യത്തിൽ നവദമ്പതികൾക്ക് സമർപ്പിച്ചു. വരികൾ ചിട്ടപ്പെടുത്തി ആലപിച്ചത് ചലച്ചിത്ര സംഗീത സംവിധായകൻ വിജയ് കരുണാണ്. മകളെ മധുരിതമതി സുഹൃതകരം നിൻ കരമൊരു ചേർന്നതൊരു ഉചിതകരം. മകളെ മധുരിതമതി സുഹൃതകരം നിൻ കരമൊടു ചേർന്നത് ഒരു ചിതകരം. കരളെ പരിപൂർണതയാണ്, പരസ്പര ധാരണയാണ് അഖിലാത്മകരം. തിരുവനന്തപുരം സ്വദേശിനി ശ്രദ്ധയുടെയും തൃശൂർ സ്വദേശി അഖിൽ ദേവിന്റെയും വിവാഹ ചടങ്ങിലാണ് മംഗളപത്രം സമർപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. എന്തായാലും രാവിലെ സമഗ്രമായ വാർത്തകൾ നമ്മൾ കണ്ടു. തുടർന്ന് അങ്ങോട്ടും പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഉണ്ട്. തമിഴ്നാട്ടിലൊക്കെയാണ് പ്രധാനമായും നടക്കാൻ പോകുന്നത്. എന്തായാലും രാവിലെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.